ലൈറ്റ് ഒന്ന് കൊതിപ്പിച്ച് 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 ലാസ്റ്റ് എന്ത് കിട്ടി? ഇലക്ട്രിക് ലൈറ്റ് ഡിന്നർ. ഹായ് ഹലോ, ഹായ് ഹലോ. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാൻ അജിഷനോടെ സുഖമായിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പിന്നെ എന്താണ് ഇന്ന് ഞങ്ങൾ വീഡിയോ എന്ന് പറയുന്നത് കൂടുതൽ വലിച്ചു നീട്ടുള്ള ടോപ്പിക്കിലേക്ക് ഇറക്കാം. എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്? സ്പെഷ്യൽ എന്താണ് അജിഷനും പറയും? വെഡിങ് ആനിവേഴ്സറി, രണ്ടാം വെഡിങ് ആനിവേഴ്സറി. അതെ, ഞങ്ങളുടെ രണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇന്ന്. ഓഗസ്റ്റ് 22 ഓഗസ്റ്റ് 22 2022 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. അത് തന്നെ മുഹൂർത്തം അന്നായിരുന്നു 2 വർഷങ്ങൾക്ക് അപ്പുറം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്നാലും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെയുള്ള ചെറിയ 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 സെലിബ്രേഷൻസ് ആണല്ലോ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു വൻ നഷ്ടമായിരിക്കും. നമ്മൾ കുറച്ച് മുന്നോട്ട് നീങ്ങി നോക്കുമ്പോൾ നമുക്കൊരു സങ്കടത്തിന് ഒരു കാരണമായി എന്ന് വരാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇല്ലെക്കൂടെ തെക്കുമ്പഴക്കുന്ന ആൾക്കാരൊക്കെ നടന്നു പോകട്ടോ, ആൾക്കാരൊക്കെ നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ചെറിയ നിമിഷം ഞങ്ങൾ കുറച്ച് ഒരുമിച്ച് ചിലവാക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയ ശേഷം ഞങ്ങൾ എന്താ ചെയ്തത്, ഈവനിങ് ആണ് കേട്ടോ. രാവിലെ ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയ ശേഷം ഞങ്ങൾ ഒരു ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ആനിവേഴ്സറി സ്പെഷ്യൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയാലോ ഇന്ന്. അപ്പം ഞങ്ങൾ എപ്പോഴും തന്നെ ഇവിടെയുള്ള എന്തെങ്കിലും എന്താ പറയുക, ഒന്നെങ്കിൽ കിവി റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ചൈനീസോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കൂടുതൽ പോവാറുള്ളൂ, എന്തെങ്കിലുമൊക്കെയാണ് പോവാറുള്ളൂ. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ ആയേക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വന്നേക്കാണ്. നമ്മൾ ഷോപ്പിംഗ് ചെയ്ത വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നമ്മൾ റഷ് ചെയ്തേക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് കട അടക്കണതിന് മുമ്പ് ചെന്ന് സാധനം മേടിക്കണമല്ലോ. കാരണം ഇവിടെയൊക്കെ 5 മണിയാകുമ്പോൾ കട അടച്ച് പോകും വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓടിപ്പടച്ചാണ് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാലോ, ഞങ്ങളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, സെക്കൻഡ് ആനിവേഴ്സറിയുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും കാണിച്ചു തരാം. അപ്പോൾ ഓടി വായു, നമുക്ക് പോയിട്ട് എങ്ങോട്ട് പോവാ? ഫുഡ് അടിക്കാൻ പോവാ. ഇതൊക്കെയല്ലേ സന്തോഷം അല്ലേ? നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാൻ. നീ വായോ. നമ്മളിതേ കയറാൻ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രേറ്റ് സ്പൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആൻഡ് ടേക്ക് അവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പപ്പമോവിൽ തന്നെ ഉള്ളതാണ് കേട്ടോ, നമ്മുടെ ഇതിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അതേ ഇങ്ങോട്ടേക്കാണ് നമ്മൾ കയറി പോകണം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അങ്ങനെ നമ്മൾ കൂടുതൽ ആൾക്കാരെ കാണിച്ചുകൊണ്ട് എടുക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് എങ്ങനെയുണ്ട് നമുക്ക് 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 അറിഞ്ഞു നോക്കാം. ഓക്കെ, അപ്പോൾ വായു ഞങ്ങളുടെ കൂടെ. ചുട്ടാൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എത്ര വർഷമായി? ഓ മോതിരെ സുരേഷ് കണ്ടല്ലേ, 10 വർഷം ആയതുപോലെയാണ് പറയുന്നത്. രണ്ടെന്നൊക്കെ വീണ്ടും 2 വർഷം. ഇതെന്താ മാക്കാച്ചി, ഇതെന്താ കള്ളാണ് ഓർഡർ ചെയ്തേക്കണേ? എന്ത് ഡ്രിങ്കാണ് ഓർഡർ ചെയ്തേക്കണേ ഇച്ചുന്? ഞാൻ മാംഗോ ലസ്സിയാണ്. ഇച്ചുട്ടെ ബിയറാ? വിസ്കിയാണോ? എനിക്ക് കുറച്ച് വിസ്കി തരാ വെച്ചിട്ട്. വിസ്കിയൊക്കെ സ്ട്രോ ഇട്ടാണ് വെച്ചിട്ടാ കുടിക്കണത്. അല്ല, പറഞ്ഞു വന്നത് പറ. 2 വർഷമായി. നീണ്ട 2 ഇയേഴ്സ്. മടുത്തു തന്നെ. പുതിയ പുതിയ സംഭവങ്ങളല്ലേ, മടുക്കില്ല. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നീണ്ട 2 വർഷം? നീണ്ട 2 വർഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. 2 വർഷം അടിച്ചു പൊളിച്ചോ? 2 വർഷം അടിപൊളിയായിട്ട് ആണ്. വരും വർഷങ്ങൾ അടിപൊളിയുമോ കീറുമോ എന്നുള്ളത് വരും വർഷങ്ങളിലാണ്. അനിറ്റ് ഇതിപ്പോ എവിടെ വന്നിരിക്കണേ? നമ്മൾ ഗ്രേറ്റ് സ്പൈസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. പ്ലസ് ബാർ. പക്ഷെ നമ്മൾ ബാർ ഉപയോഗിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? നാട്ടിലെ പോലെ നമുക്ക് വേണമെങ്കിൽ ബാർ ഉപയോഗിക്കാം. സൈഡിലെ ഒരു ബാർ ശരിയാണ്. അങ്ങനെ നാട്ടിലെ പോലെ ബാറിൽ കയറി ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞൊന്നും സംഭവിക്കും. ശരിയാണ്. മാറി തുടങ്ങിട്ടോ, നാട്ടിലിപ്പോൾ കുറേയൊക്കെ മാറി തുടങ്ങി. എന്നാലും നാട്ടിലിപ്പോൾ കള്ള് ഷാപ്പിൽ കയറി പെണ്ണുങ്ങൾ കാപ്പ തിന്നും, കാര്യങ്ങൾ മീൻ കറി കഴിക്കും ഒക്കെ ചെയ്യും. ഇപ്പോൾ മാറി തുടങ്ങി. ഇഷ്ടപ്പെട്ടു 2 വർഷം. ചോദിക്കാനുണ്ടോ? വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെയാണല്ലോ.
ഇലക്ട്രിക് ലൈറ്റ് ഡിന്നർ. ക്യാൻഡിലിന് എന്നാ പറ്റീനി? ഇവിടെ ഇപ്പം എല്ലാം മറ്റേതാണല്ലോ, നോൺ റീസൈക്കിൾ പറഞ്ഞാൽ ഈ പ്രകൃതി സംരക്ഷണം ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതൊക്കെ അതിന്റെ ഒക്കെ ഭാഗമായതുകൊണ്ട് എല്ലായിടത്തും പേപ്പറാണ് മൊത്തം. എല്ലായിടത്തും തുണിയും പേപ്പറൊക്കെ ആയതുകൊണ്ട് ഇതിന് ഒരു സമ്മതിക്കില്ല. അതുകൊണ്ട് ഒരു ഇലക്ട്രിക് ക്യാൻഡിലാണ്. ചുറ്റിന് ഓർമ്മയുണ്ടോ എന്നാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചിട്ടുണ്ട്? എന്നായിരുന്നു? നമ്മള് മൂന്നാർ പോയത്. അന്ന് ആള് പേടിച്ച് ഓടുവാണ്. നമ്മുടെ ഹണിമൂൺ ഡേ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ 28 ഓഗസ്റ്റിന്. ചുറ്റിന് ഓർമ്മയില്ല അല്ലേ? അത് തന്നെ. 28-ാം തീയതി വിസ കിട്ടിയെന്ന് പറഞ്ഞാൽ ഓൾറെഡി 3-4 മെയിൽ അയച്ച അതറിയാം. നമ്മുടെ ഫുഡ് ഇവിടെ വന്നു. ഇപ്പൊ ഞാൻ സ്റ്റാർട്ടർ ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് പനീർ പക്കോറയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പനീർ പക്കോറ. ഓക്കെ, സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ മിന്റ് ചട്നിയാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ കുഞ്ഞാ? മിന്റ് ചട്നി ആവുള്ളൂ. ഇതിൽ മറ്റേ സാധനം ഇട്ടുണ്ടല്ലോ, ഇവരുടെ സ്ഥിരമായിട്ട് ചാറ്റ് മസാല. ഇവരുടെ എന്ത് സാധനം മേടിച്ചാലും അതിന്റെ മേളിൽ അവസാനം ചാറ്റ് മസാല വരും. മാംഗോ ജ്യൂസ് കഴിച്ചിട്ട് ചിലപ്പോൾ ചാറ്റ് മസാല ഇട്ട് വരും. ഇങ്ങനെയുണ്ട്, ചൂടുണ്ടോ? പാവുള്ളുണ്ടോ? കണ്ടിട്ട് തോന്നി. അതിന്റെ ഇത് പക്കോറയുടെ ഔട്ട് സൈഡ് അല്ല, പക്ഷെ പനീർ നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു വികാരിയില്ലാത്ത സാധനമാണ്. എനിക്ക് പനീർ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പനീർ എന്ന് പറഞ്ഞാൽ ഒരു വികാരമില്ലാത്ത ജീവിയാണ്. ഓക്കെ, അപ്പം ഞങ്ങൾ പനീർ പക്കോറ കഴിക്കട്ടെ കേട്ടോ. അപ്പം സ്റ്റാർട്ടിങ് വിത്ത് പനീർ പക്കോറ. ഒരു യുദ്ധം കഴിഞ്ഞു, ഇനി അടുത്ത യുദ്ധത്തിനായിട്ട് വയറിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ യുദ്ധമായിട്ടായിരുന്നു, വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. പനീർ പക്കോറ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഞങ്ങൾ കഴിച്ചിട്ടോ. അല്ല, ഇഷ്ടപ്പെടായില്ല, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പനീറിന് വികാരമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വലുതായിട്ട് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, നല്ലതായി. പുതിയ പ്ലേറ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പ്ലേറ്റ് ഒന്ന് ആശിപ്പിക്കുകയാണ് ചിട്ടനെ. പ്ലേറ്റ് ഒന്ന് കൊതിപ്പിച്ച് ലാസ്റ്റ് എന്ത് കിട്ടി? ഫുഡ് കിട്ടി. അടിപൊളി. ഫസ്റ്റ് വൺ നമ്മളുടെ ഇവിടെ ചിക്കൻ ബിരിയാണി ഇരിപ്പുണ്ട് അല്ലെ കുഞ്ഞാ? ചിക്കൻ ബിരിയാണി, പിന്നെ സാലഡ് ഇവിടെ ഇരിപ്പുണ്ട്. റൈത്താന്നും പറയും. ഇത് മാംഗോ ചിക്കൻ ഉണ്ട്. മാംഗോ ചിക്കൻ്റെ കൂടെ വരുന്നുണ്ട് നമ്മുടെ ബസ്മതി റൈസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് ചീസ് ഗാർലിക് നാനും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാണ്. നമ്മുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി നമ്മൾ അങ്ങനെ അടിച്ചു പൊളിച്ച് നമ്മൾ നല്ല സ്വീറ്റ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ജിഷ്ടു? ഓ, കണ്ടോ ഭാര്യയ്ക്ക് വിളമ്പി തരുന്ന കെട്ടിയവൻ. എന്ത് സ്വീറ്റാ നോക്ക് ചേട്ടാ. എങ്ങനെയുണ്ട്? ഇതെന്താ നാൻ ബ്രെഡും മാംഗോ ചിക്കനും എങ്ങനെയുണ്ട്? ആണോ? സ്വീറ്റ് മാംഗോ ആണ്, പഴുത്ത മാങ്ങോ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത് അല്ലേ? നോർമലി നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ കഴിക്കുന്നത്. ചീസ് വേണ്ടായിരുന്നോ? മാംഗോ ചിക്കൻ്റെ കൂടെ സെറ്റ് ആവില്ല. ഓക്കെ ഓക്കെ, അപ്പം ഫുഡ് കഴിക്കാണ്, പൊളിക്കാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. ഇത് നോർത്ത് ഇന്ത്യൻ ചിക്കൻ ബിരിയാണി കേട്ടോ, നമ്മുടെ കൂട്ടല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങ് ദഹിക്കില്ല. ഒരു ചാട്ട് മസാലയുടെ മണം അടിക്കുമ്പോൾ തന്നെ എന്തോ പോലെ. കുഴപ്പമില്ല, കഴിക്കാവുന്ന ലെവലാണ്. നമുക്ക് പിടിക്കില്ല, അവർക്ക് ഓക്കെയാണ്. കാരണം അവർക്ക് ഈ ചാട്ട് മസാല കഴിച്ച് അതിന് മണം അടിച്ചടിച്ച് അവർക്ക് ശീലമാണ്. നമുക്കതങ്ങ് ദഹിക്കില്ല. മോശം ഞാൻ പറയില്ല, കാരണം ഓക്കെയാണ്. മാംഗോ ചിക്കൻ അടിപൊളി. ബ്രെഡ് നല്ല പ്രൈസ് ഇട്ടേ. ഇവിടെ എല്ലാം കറിക്ക് ഒരു അത്യാവശ്യം ഇന്ത്യൻ ഷോപ്പുകളിലെ കറിക്ക് നല്ല വിലയാട്ടോ. കാരണം കറിയുടെ കൂടെ അവർ ചോറും തരും. ചുമ്മാ ഒരു കറി മാത്രമായിട്ട് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ കറിയുടെ കൂടെ അവർ ചോറും വെക്കും. അത് ഓട്ടോമാറ്റിക് എന്താ പറയുക, ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ.
അപ്പോൾ ഇതേ ഞങ്ങൾ തളർന്ന തരിപ്പടമായിട്ട് വണ്ടിയിൽ വന്ന് ഇരിക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഫുഡെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമായി. മാംഗോ ചിക്കനും നാൻ ബ്രെഡും എനിക്ക് ഇഷ്ടമായി. മാംഗോ ലസ്സി ശരിക്കും പറഞ്ഞാൽ പായസം കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി അത്ര അങ്ങ് പോരായിരുന്നു. പക്ഷെ നമ്മൾക്കാണ് അത് പോരായിരുന്നു എന്ന് പറയുന്നത്. നോർത്ത് ഇന്ത്യൻസിന്റെ സ്റ്റൈലിലാണ്, നോർത്ത് ഇന്ത്യൻസിന്റെ റെസ്റ്റോറന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻസിന്റെ ടൈപ്പാണ്. അത് ആക്ച്വലി പഞ്ചാബികളുടെ കടയാണ്. അപ്പം അവരുടെ സ്റ്റൈൽ വേറെയാണ്. നോർത്ത് ഇന്ത്യൻ എന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ സ്റ്റൈൽ ഒരു സെമി പാകിസ്ഥാനി സ്റ്റൈൽ, അതായത് ഡ്രൈ ആയിട്ടുള്ള ബിരിയാണിയാണ്. ഭയങ്കര ഡ്രൈ ആണ്. പക്ഷെ നമ്മളുടെ ബിരിയാണി പോലെയല്ല. അപ്പം അതുകൊണ്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഫുഡ്. അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി പരിസമാപ്തി ആവുകയാണ്. പരിസമാപ്തി ആവാൻ നേരത്തെ ഞാൻ അജീഷനോട് ഒരു കാര്യം ചോദിക്കട്ടെ. 2 years നമ്മൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കണു. ഓക്കെ, സോ ഫ്രം വലിയ 2 years എന്ന് പറയുന്നത് 2 വർഷം എന്ന് പറയുന്നത് അത്ര വലിയ കുറേ വർഷമൊന്നും നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടില്ല. 50-ഉം 40-ഉം ഒക്കെ ഒരുമിച്ച് 50-ഉം 40-ഉം വർഷമൊക്കെ ഒരുമിച്ച് താമസിച്ച ഇഷ്ടംപോലെ നമ്മുടെ കാരണവന്മാരും ആൾക്കാരും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളുടെ ഒരു ചെറിയൊരു ഈ 2 വർഷത്തെ കാലയളവില് അജീഷ് ചേട്ടന് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരോട് കല്യാണം കഴിച്ചു എന്ന് പറയുന്ന അജീഷ് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? കല്യാണം കഴിക്കരുതെന്ന് പറയൂ അജീഷ് ചേട്ടൻ? എന്താണ് പറയാനുള്ളത് അജീഷ് ചേട്ടന് ഫ്രം യുവർ എക്സ്പീരിയൻസ്? കല്യാണം കഴിക്കരുതെന്ന് ഒരിക്കലും പറയില്ല. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആർക്കാണേലും തോന്നും. ഇപ്പോൾ ഒരു 40-45 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അന്നേരം ഒന്ന് കല്യാണം കഴിക്കാറുണ്ടല്ലോ എന്നോർത്ത് പിന്നെ ദുഃഖിക്കാൻ പാടില്ല. കാരണം ഒരു സ്റ്റേജൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും നമുക്ക് ആരും കൂട്ടില്ലാണ്ട് വരുമ്പം അതൊരു വല്ലാത്തൊരിതാണ്. അപ്പോൾ സോ ബേസിക്കലി കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കല്യാണം കഴിക്കുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അതായത് ഒരു കാരണവശാലും ഒരു ഹാർഡ് ലൈനായിട്ട് എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കരുത്. എക്സ്പെക്ട് ചെയ്യുന്നേ തെറ്റില്ല. ഇപ്പോൾ 2 പേരും ഇപ്പോൾ കല്യാണത്തിന് മുമ്പ് 2 പേരും സംസാരിച്ച് ആലോചിക്കുമ്പം 2 പേർക്കും ന്യായമായെന്ന് തോന്നും ചിലപ്പം ചില സ്വഭാവം കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 പേരും ഓക്കെ ഒക്കെ പറഞ്ഞ് കല്യാണവും കഴിക്കും. പക്ഷേ കല്യാണത്തിന് ശേഷം ഇപ്പോൾ അതിലൊരാൾക്ക് അതിനോട് ഓൾറെഡി യൂസ്ഡ് ടു ആയിരിക്കും, മറ്റേ ആൾക്ക് ആയിരിക്കില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പം കല്യാണത്തിന് ശേഷം ഈ യൂസ് ടു അല്ലാത്ത ആൾക്ക് ഓട്ടോമാറ്റിക്കലി പഴയ ഇതിലോട്ട് റിവേർട്ട് ആവും. അങ്ങനെ ഒരു സ്റ്റേജൊക്കെ വരുമ്പം വെറുതെ ചൂടാവാനും ചാടിക്കടിക്കാനും ഒക്കെ നിൽക്കാണ്ട് കുറച്ചൊക്കെ, അതായത് ഇപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുക. ഇതിപ്പം എന്താ പറയുക, മേശപ്പുറത്തൊരു പാത്രം ഇരിക്കണുണ്ട് കഴിഞ്ഞാൽ ഭാര്യ എടുത്തേ മാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നിലത്തിച്ചിരി ഒരു വെള്ളത്തുള്ളി കിടക്കണുണ്ട് കഴിഞ്ഞാൽ ഭർത്താവ് ക്ലീൻ ആക്കിയേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. അങ്ങനെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ചെയ്താലേ ജീവിതം മുമ്പോട്ട് പോകുള്ളൂ. ഒരാൾ സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരാൾ ഇച്ചിരി ലൂസായിരിക്കും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ സ്ട്രിക്റ്റ് ആവണേ തെറ്റില്ല. എന്ന് വെച്ച് എല്ലാവരും സ്ട്രിക്റ്റ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കുറച്ച് വിട്ടുവീഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുക. അപ്പം അങ്ങനെ വരുമ്പം ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകും. പിന്നെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ വെച്ചോണ്ട് ഇരിക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിയുമ്പം നമ്മൾ ഓർക്കും, അതങ്ങനെ ആയിരിക്കും, പോട്ടെ, ഇപ്പോൾ ആദ്യമായിട്ട് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ, ഇനി അങ്ങനെ വരാണ്ട് ഇരിക്കും, ശ്രദ്ധിച്ചോളൂ ആയിരിക്കും എന്നൊക്കെ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കാണ്ട് എന്തെങ്കിലും കണ്ട പറയുക, അത് ഇന്നതുപോലെ ഉണ്ടായിരുന്നല്ലോ, എന്ത് പറ്റി, ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഒന്ന് ശ്രദ്ധിക്കണ്ടോ എന്നൊന്ന് പറയുക. അങ്ങനെ എന്തെങ്കിലും പറയാനുള്ളത് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ പോയാൽ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. ഈ വെട്ടൊന്ന് മുറിരണ്ടെന്ന് പറഞ്ഞ് 2ആയിട്ട് പോകാൻ എളുപ്പമാണ്. അങ്ങനെ എത്ര എന്ന് വെച്ച് പോവും. അത് ജീവിതം അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. അജീഷനും പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയൊരു ഷോട്ട് എന്ന് പറയുന്നത്, എന്താ പറയുക, നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒരിക്കലും ചിലവർ പറയും അഡ്ജസ്റ്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളതല്ല. 2 പേർക്കും ഫ്രീഡം ഉണ്ട്. 2 പേരും 2 സ്ഥലം 2 അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ ഇത് ജീനു അങ്ങനെയാണ്, അല്ലെങ്കിൽ അജേഷ് അങ്ങനെയാണ് എന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാതെ തമ്മിൽ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതൊക്കെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. പരസ്പരം എന്ത് കാര്യമാണെങ്കിലും തുറന്ന് സംസാരിക്കുക എന്നത്. എല്ലാ ദിവസവും ഈവനിങ്, ഇപ്പം ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും കയറി വരുന്നത്. പക്ഷെ എന്നാൽ പോലും അന്നുണ്ടായ കാര്യങ്ങളും അന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, ജോലി സ്ഥലത്താണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം സംസാരിച്ച് തീർന്നിട്ടേ നമ്മൾ കിടന്നുറങ്ങുള്ളൂ. അതിനുള്ള ടൈം നമ്മൾ അവിടെ ഉണ്ടാക്കും, നമ്മൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. അപ്പം അങ്ങനെ പരസ്പരം എന്താ പറയുക, സംസാരിക്കാനുള്ള ടൈം ഉണ്ടാക്കുക, പരസ്പരം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നത്. പിന്നെ അതേപോലെ തന്നെ പറഞ്ഞാണ് സ്പേസ് കൊടുക്കുക. ഇപ്പൊ ഭാര്യയാണ് ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അജീഷന്റെ അടിമയല്ലേ, അജീഷൻ നിന്റെ അടിമയല്ല, അല്ലേ? നമ്മളൊരു സ്പേസ് കൊടുക്കുക അവർക്ക്, അല്ലേ? ഒരു സ്പേസ് കൊടുക്കുക.
അല്ലേ? ഇപ്പൊ ഞാനാണെങ്കിൽ അജീഷേനെ സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ അജീഷേനെ എനിക്ക് സ്പേസ് തരിക, എല്ലാത്തിനും അഭിപ്രായം പറയാൻ വരിക, അല്ലെങ്കിൽ എല്ലാത്തിനും ഇടപെടാൻ വേണ്ടി വരിക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വീർപ്പൂട്ടലുണ്ടാവും അല്ലെ? ജോലി ഇപ്പൊ എന്തിനാണെങ്കിലും നമ്മളൊരു സ്പേസ് കൊടുക്കുക, ഒരു പ്രൈവറ്റ് സ്പേസ് ഏതൊരു മനുഷ്യനും വേണം, കല്യാണം കഴിഞ്ഞാലും കല്യാണം കഴിയുന്നതിന് മുമ്പാണെങ്കിലും. ഓക്കെ, അപ്പൊ അങ്ങനെ സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല ചില്ലാക്കി പോവുക. അങ്ങനെയാണെങ്കിൽ നല്ല അടിച്ചു പൊളിച്ച് പോകാൻ പറ്റും അല്ലേ എന്ന് പറയാം. പിന്നെ അതിനും അപ്പുറമായിട്ടും ഇതെല്ലാം പറയുന്നതിന് മുമ്പും നല്ലതുപോലെ പ്രാർത്ഥിക്കുക. ഇപ്പൊ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ വലിയ സമയമൊന്നും കിട്ടാറില്ല, പക്ഷെ എന്നാൽ പോലും മനസ്സിൽ എന്റെ ദൈവമേ എന്നൊരു ചിന്ത ഉണ്ടാവണം. ഓക്കെ, അപ്പൊ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താ ദൈവമേ നല്ലതായിട്ട് നമുക്ക് ഭവിക്കും. ഓക്കെ, കൂടുതൽ പ്രഭാഷണങ്ങളൊന്നും നടത്തുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഞങ്ങൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ചില്ലായിട്ട് പോകുന്നു, ദൈവാനുഗ്രഹം കാരണം. ഓക്കെ, അപ്പൊ ഞങ്ങള് അടുത്ത വർഷം ഏറെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഞങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഞങ്ങൾ ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണോ പ്രതീക്ഷിക്കാത്തതാണോ എനിക്കറിയാൻ പാടില്ല, പക്ഷെ എന്നാൽ പോലും ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, ബൈ. ഹോപ്പ്ഫുള്ളി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അടുത്ത കൊല്ലം ക്യാൻഡിൽ ലൈറ്റ് ആയിരിക്കും, അല്ലാതെ കറണ്ട് ബില്ലടക്കാൻ കാശില്ലാണ്ട് കറണ്ട് ഇല്ലാണ്ട് ഇരുട്ടത്ത് തിരിയും കത്തിച്ചായിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.